പിടിയിലായവർ പോലീസിനോട് പറഞ്ഞു. കൈക്കൂലി വാങ്ങി ചത്ത കന്നുകാലികളെ ചെക്ക് പോസ്റ്റിലൂടെ കടത്തിവിട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുമളി ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. ഇടുക്കി പീരുമേട്ടിൽ നിന്നുള്ളതാണ് ഹൃദയഭേദകമായ ഈ ദൃശ്യങ്ങൾ. തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്നും ആലപ്പുഴയിലെ കാവാലത്തേക്ക് അറവുമാടുകളെ കുത്തിനിറച്ചെത്തിയതാണ് ലോറി. ചെറിയ ലോറിയിൽ 13 മാടുകൾ ഉണ്ടായിരുന്നു. ലോറിയെ പിന്തുടർന്ന പീരുമേട്ടിലെ അഭിഭാഷകരിൽ ഒരാൾക്കാണ് ലോറിക്കുള്ളിൽ കന്നുകാലികൾ ചിലത് ചത്തുകിടക്കുന്നതായി തോന്നിയത്. തുടർന്ന് പീരുമേട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വാഹനം തടഞ്ഞു നിർത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ ലോറിക്കുള്ളിൽ 2 എരുമകളെ ചത്ത നിലയിലും ഒരു പശുവിനെ മൃതപ്രായമായും കണ്ടെത്തി. അവശേഷിക്കുന്നവയെ വാഹനത്തിൽ കെട്ടിയിട്ട അവസ്ഥയിലുമായിരുന്നു. കന്നുകാലികളുടെ ഉടമയായ കാവാലം സ്വദേശി പ്രേംനവാസ്, വാഹനത്തിലെ ജീവനക്കാരായ 2 തമിഴ്നാട് സ്വദേശികൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമളി ചെക്ക് പോസ്റ്റിൽ പണം നൽകിയ ശേഷമാണ് കാര്യമായ പരിശോധനകളില്ലാതെ ചത്തമാടുകളുമായി അതിർത്തി കിടന്നതെന്ന് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞു. പരിശോധനയ്ക്ക് ശേഷം മാടുകളുടെ ചെവിയിൽ ഇടേണ്ട ടാഗും ഇവയ്ക്കില്ലായിരുന്നു. കുമളി 1-2 ചെക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കും. ഏതായാലും ചെറുമുറ എന്ന സ്ഥലത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കർശനമായി പരിശോധിച്ച ടാഗ് കിട്ടുന്ന സ്ഥിതി ഉള്ളതാണ്. പക്ഷെ ഈ പറയപ്പെടുന്ന ഒരു മാടിന്റെയും ചെവിയും ടാഗ് ഉണ്ടായിട്ട് കാണാൻ സാധിച്ചില്ല. കുമളി ചെക്ക് പോസ്റ്റ് താണ്ടി പരിശോധനകളില്ലാതെ അറവുമാടുകൾ എത്തുന്നതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ചത്തമാടുകളെ മണിക്കൂറുകൾക്ക് ശേഷം തീന്മേശകളിൽ എത്തിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. റിപ്പോർട്ടർ ഇടുക്കി.